ഇടുക്കിയിൽ പട്ടയങ്ങൾക്ക് അനുമതി വ്യവസ്ഥയോടെയാണ് പുതിയ പട്ടയ വിതരണത്തിന് ഹൈക്കോടതി അനുമതി നൽകുന്നത്. ബുധനാഴ്ച പട്ടയമേള തീരുമാനിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ അനുമതി. ബിനിലുണ്ട്. ബിനിൽ, ഈ പരിപാടിയിൽ എങ്ങനെയായിരിക്കും ഈ കോടതിയുടെ ഇപ്പോഴത്തെ അനുമതി അത് ബാധകമാവുക, അത് പ്രതിഫലിക്കുക? രതീഷ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വിധിയാണ് അല്പം മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഇടുക്കി ജില്ലയിൽ പട്ടയ വിതരണങ്ങൾക്ക് ഹൈക്കോടതി അനുമതി നിഷേധിച്ചിരുന്നതാണ്, അത് തടഞ്ഞു വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഹൈക്കോടതി വിശദമായ പരിശോധനകൾക്കൊടുവിൽ ഇടുക്കി ജില്ലയിൽ പട്ടയ വിതരണത്തിന് അനുമതി നൽകിയിരിക്കുന്നു. ഏതാണ്ട് 2000-ഓളം പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാക്കിയിരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ അനുകൂലമായി വിധി വന്നിരിക്കുന്നത്. പക്ഷേ കൃത്യമായ വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ ഭൂമിക്കും അതേപടി പട്ടയം നൽകാൻ കഴിയില്ല. അതായത് സർക്കാരിന്റെ ഒരു വ്യവസ്ഥയുണ്ടാകും, ഇത്ര ഭൂമിയായിരിക്കും നൽകാൻ തീരുമാനിച്ചാൽ ആ ഭൂമിക്ക് മാത്രമേ പട്ടയം അനുവദിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ കൂടുതൽ ഭൂമി ഒരാൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പട്ടയം അനുവദിക്കരുത്. അതായത് കൃത്യമായ വ്യവസ്ഥകൾ, എല്ലാത്തിനും ഒരു മാനദണ്ഡ പ്രകാരം മാത്രമേ നിയമപ്രകാരം ഈ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയൂ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ഉത്തരവ് പൂർണ്ണതോതിൽ പുറത്തേക്ക് വരുമ്പോഴാണ് മറ്റെന്തൊക്കെ വ്യവസ്ഥയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി തന്നെ LDFന് ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവെന്ന് ഇതിനെ പറയാൻ കഴിയും. കാരണം അവിടെ ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയം നൽകും എന്നൊരു നിലപാട് നേരത്തെ LDF മുന്നോട്ട് വെച്ചിരുന്നു. അതിനുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോവുകയുമായിരുന്നു. അപ്പോഴാണ് സർക്കാരിന് ഇപ്പോൾ അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റന്നാൾ പട്ടയ വിതരണം നടക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി, ഇടുക്കിയിൽ പട്ടയ വിതരണത്തിന് അനുമതി ഉണ്ടാവുകയാണ്. വ്യവസ്ഥയോടെ പുതിയ പട്ടയ വിതരണത്തിന് ഹൈക്കോടതി അനുമതി നൽകി സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസവുമാണ്. ബിനിലാണ് ആ വിവരങ്ങൾ വിശദമായി നൽകിയത്.